അപ്പം ഭീമൻ ചെന്നിട്ട് ദുര്യോധനൻ്റെ അടുത്ത് എന്ന് വെച്ച് പറഞ്ഞു, ഞങ്ങൾക്ക് കുറച്ച് സ്ഥലം തരണം എന്ന് പറഞ്ഞു. ദുര്യോധനൻ പറഞ്ഞു, നിനക്കോ സ്ഥലമോ ഓടാന്ന് പറഞ്ഞു. അപ്പം ഭീമന് പെട്ടെന്ന് ദേഷ്യം വരും. ഭീമൻ അവിടെ കിടന്ന ഒരു വറവുള്ളി എടുത്ത് ദുര്യോധനെ അടിക്കാനായിട്ട് ഓടിച്ചെന്നു. ഭീമൻ ഇങ്ങനെ അവനുമായിട്ട് അടിയുണ്ടാക്കുമ്പം അഭിമന്യു ഇത് കണ്ടിച്ച് തൻ്റെ വല്യച്ഛനെ അടിക്കുന്ന കണ്ടപ്പോഴത്തേക്കും ഇവന് ദേഷ്യം വന്നു. ഇവൻ ഭീഷ്മർക്ക് നേരെ കല്ല് പെറുക്കി എറിഞ്ഞു. കൃപാചാര്യ വന്നിച്ച് പറഞ്ഞു, ഈ വല്യപ്പൻ കാരണവരെയാണോടാ നീ കല്ല് പെറുക്കി എറിയുന്നതെന്ന് ചോദിച്ചു. പിടിച്ചിട്ട് 2 അടിയും വെച്ച് കൊടുത്തു. ഇവന് 10-12 വയസ്സേ ഉള്ളൂ അഭിമന്യുവിന്. അത് കണ്ടപ്പോഴത്തേക്കും ഈ 12 വയസ്സേ ഉള്ളെങ്കിലും അവൻ അളിയനുണ്ട് ഉത്തരൻ. ഈ ഉത്തരനാണെങ്കിൽ ഇങ്ങോട്ടൊന്നും വന്നതല്ല, അവൻ്റെ പശു കഴിഞ്ഞു പോയതിനെ അന്വേഷിച്ച് വന്നതാണ്. അപ്പോഴാണ് അളിയനെ പിടിച്ചിട്ട് അടിക്കുന്നു. അപ്പോൾ ഇവൻ ചെന്നിട്ട് ഇവനും കൂടെ കൂടി അടിക്കാൻ കൂടി. അവർ കൂട്ടത്തല്ലാകുന്നതിനിടയ്ക്ക് എവിടെയോ പറ്റിട്ട് ഈ ഉത്തരൻ മരിച്ചുപോയി. ഇപ്പോൾ ഇതറിഞ്ഞപ്പോഴത്തേക്കും അർജുനൻ പറഞ്ഞു, വേണ്ട, നമുക്ക് ഈ പരിപാടിക്കൊന്നും പോകണ്ട, വേറെ എന്തെങ്കിലും പണിക്ക് പോയി ജീവിക്കാം എന്ന് പറഞ്ഞു. അപ്പം ശ്രീകൃഷ്ണൻ നല്ല പച്ചത്തെറി വിളിച്ചു. ശ്രീകൃഷ്ണൻ അന്നേരം വിളിച്ച പച്ചത്തെറിയുടെ സംസ്കൃതത്തിലെ പേരാണ് ഭഗവത്ഗീത. അപ്പം ഭീമൻ ചെന്നിട്ട് ദുര്യോധനൻ്റെ അടുത്ത് എന്ന് വെച്ച് പറഞ്ഞു, ഞങ്ങൾക്ക് കുറച്ച് സ്ഥലം തരണം എന്ന് പറഞ്ഞു. ദുര്യോധനൻ പറഞ്ഞു, നിനക്കോ സ്ഥലമോ ഓടാന്ന് പറഞ്ഞു. അപ്പം ഭീമന് പെട്ടെന്ന് ദേഷ്യം വരും. ഭീമൻ അവിടെ കിടന്ന ഒരു വറവുള്ളി എടുത്ത് ദുര്യോധനെ അടിക്കാനായിട്ട് ഓടിച്ചെന്നു. ഭീമൻ ഇങ്ങനെ അവനുമായിട്ട് അടിയുണ്ടാക്കുമ്പം അഭിമന്യു ഇത് കണ്ടിച്ച് തൻ്റെ വല്യച്ഛനെ അടിക്കുന്ന കണ്ടപ്പോഴത്തേക്കും ഇവന് ദേഷ്യം വന്നു. ഇവൻ ഭീഷ്മർക്ക് നേരെ കല്ല് പെറുക്കി എറിഞ്ഞു. കൃപാചാര്യ വന്നിച്ച് പറഞ്ഞു, ഈ വല്യപ്പൻ കാരണവരെയാണോടാ നീ കല്ല് പെറുക്കി എറിയുന്നതെന്ന് ചോദിച്ചു. പിടിച്ചിട്ട് 2 അടിയും വെച്ച് കൊടുത്തു. ഇവന് 10-12 വയസ്സേ ഉള്ളൂ അഭിമന്യുവിന്. അത് കണ്ടപ്പോഴത്തേക്കും ഈ 12 വയസ്സേ ഉള്ളെങ്കിലും അവൻ അളിയനുണ്ട് ഉത്തരൻ. ഈ ഉത്തരനാണെങ്കിൽ ഇങ്ങോട്ടൊന്നും വന്നതല്ല, അവൻ്റെ പശു കഴിഞ്ഞു പോയതിനെ അന്വേഷിച്ച് വന്നതാണ്. അപ്പോഴാണ് അളിയനെ പിടിച്ചിട്ട് അടിക്കുന്നു. അപ്പോൾ ഇവൻ ചെന്നിട്ട് ഇവനും കൂടെ കൂടി അടിക്കാൻ കൂടി. അവർ കൂട്ടത്തല്ലാകുന്നതിനിടയ്ക്ക് എവിടെയോ പറ്റിട്ട് ഈ ഉത്തരൻ മരിച്ചുപോയി. ഇപ്പോൾ ഇതറിഞ്ഞപ്പോഴത്തേക്കും അർജുനൻ പറഞ്ഞു, വേണ്ട, നമുക്ക് ഈ പരിപാടിക്കൊന്നും പോകണ്ട, വേറെ എന്തെങ്കിലും പണിക്ക് പോയി ജീവിക്കാം എന്ന് പറഞ്ഞു. അപ്പം ശ്രീകൃഷ്ണൻ നല്ല പച്ചത്തെറി വിളിച്ചു. ശ്രീകൃഷ്ണൻ അന്നേരം വിളിച്ച പച്ചത്തെറിയുടെ സംസ്കൃതത്തിലെ പേരാണ് ഭഗവത്ഗീത. ലോകമേ ഗീത പാടൂ, ലോകമേ ഗീത പാടൂ എന്ന് പാടുന്ന എൻ്റെ മനസ്സിനെ ഈ 3:20 വെളുപ്പിനെ ഇപ്പം 3:20 ഏറ്റവും ഒരു ആഘാതമാണ് ഈ എപ്പിസോഡിന് കാരണം. ഇതാരും കാണാതെ പോകരുത്, ഇതാരും കേൾക്കാതെ പോകരുത്. ഇത് പ്രചരിപ്പിക്കാതെ പോയാൽ നിങ്ങൾ ജന്മജന്മാന്തരമായിട്ട് കുറ്റക്കാരാ, നിങ്ങളുടെ പിതാക്കന്മാരുടെ കൂട്ട്. ഹിന്ദുക്കൾ ജന്തുക്കളാ എന്നൊക്കെ പറയുന്നത് കാലാന്തരത്തോളം സത്യമാകാതിരിക്കാൻ നിങ്ങൾ ഇനിയെങ്കിലും ഉറങ്ങുന്ന സിംഹക്കുട്ടികളെ, വിവേകാനന്ദൻ്റെ ഉറങ്ങുന്ന സിംഹക്കുട്ടികളെ, ഉണരണം ഉണരണം, ഉത്തിഷ്ഠത ജാഗ്രത പ്രാപ്യവര നിബോധത. ഒരു പാസ്റ്റർ അയാളുടെ അവസാനത്തെ പ്രസ്താവന അർജുനൻ്റെ അളിയൻ സാക്ഷാൽ ശ്രീകൃഷ്ണൻ വിളിക്കുന്ന പച്ച തെറിയാണ് ഭഗവത്ഗീത എന്നാണ് എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്നത്. അതിനു മുമ്പേയുള്ള പെണ്ണുങ്ങളെ ചിരിക്കുന്നുണ്ട്. ഇതൊരു പെന്തക്കോസ് മീറ്റിംഗ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഒന്നുകിൽ കത്തോലിക്ക പുരോഹിതൻ, ഇല്ലെങ്കിൽ പെന്തക്കോസ് പാസ്റ്റർ. ഏതായാലും ഓർത്തഡോക്സ് സഭയിലെ കത്തനാരന്മാർക്കാണെങ്കിൽ ഊശാന്താടിയും മറ്റുള്ള പരിപാടിയൊക്കെ കാണും, തൊപ്പിയൊക്കെ കാണും. ഇതൊന്നുമില്ലാത്ത വറുതാൻ പോലെ വരുന്ന ഉമ്മാർ 2 ഉള്ളൂ, കത്തോലിക്ക കത്തനാരും. ഇവനെ കണ്ടിട്ട് പാസ്റ്ററാണെന്നാണ് തോന്നുന്നത്. എന്തായാലും ഇവനെ കണ്ടെത്തണം. മോദിജി സുപ്രീം കോടതി കൂടെ ഇവന് ശിക്ഷ വിധിക്കണം. കാരണം വാമനനെ അപമാനിച്ച് കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്ന ഒരു മഠത്തിലമ്മയുടെ ധിക്കാരത്തോട് ഞാനൊന്ന് ചോദ്യം ചെയ്തതിന് 303 കേസ് എൻ്റെ പേരിൽ ഇപ്പം ഹൈക്കോടതിയിൽ നിലവിലുണ്ട്. ഞാൻ ഒരു മഠത്തിലമ്മയെ കളിയാക്കിയതേ ഉള്ളൂ. കളിയാക്കിയല്ല, അവളോട് പറഞ്ഞു, അരുത് വേലായുധ പനതരാം. ആനയോട് പറഞ്ഞ വാക്കാ അവളോട് പറഞ്ഞു, നീ അടങ്ങ്, ഇതല്ല സത്യമെന്ന് പറഞ്ഞതേ ഉള്ളൂ. എൻ്റെ പേര് കേരളം ഉടനീളം കേസ് കൊണ്ട് തന്നെ വലച്ചേക്കുക. ഞാനിപ്പോൾ ഹൈക്കോടതിയിൽ തിന്നേല. ഇവനോട് ചോദ്യം ചെയ്യാൻ ഇവിടെ ഒരു സിസ്റ്റം ഇല്ലല്ലോ എന്നുള്ളതാ ഈ അനീതിപ്പെട്ട ഇന്ത്യയോട് എനിക്കുള്ള സങ്കടം. ഇവിടെ ജനിക്കാനിട വന്നല്ലോ എന്നുള്ളതാണ്. ഞാൻ വർഷങ്ങൾക്ക് മുമ്പേ എൻ്റെ എപ്പിസോഡിൽ കൂടെ പറയുന്നതാണ്. ഞാൻ കാരണം എൻ്റെ കുട്ടിക്കാലം മുതലേ ഞാൻ കേൾക്കുന്നതാണ്. പാസ്റ്റർമാർക്ക് ഹിന്ദു ദൈവങ്ങളെ കളിയാക്കുന്ന ഒരു തമാശയാണ്. പള്ളിക്കുടത്തിൽ പോകാത്ത, പല്ല് തേക്കാത്ത കുറേ കൊച്ചമ്മമാരെ ഫ്രണ്ടിൽ വന്നിരിക്കും, അവളുമാരെ ചിരിപ്പിക്കാൻ. പിന്നെ പാസ്റ്ററും കത്തനാരും വീട്ടിൽ വന്നാൽ സ്വയം മറന്ന് സൽക്കരിക്കാനും.
അവരുടെ പ്രീതി സമ്പാദിക്കാനായി വെളുപ്പ് കഥകൾ പറയുന്നത്. പക്ഷേ മതം നിന്നേ അല്ലിത്. ഗീതയെ കളിയാക്കുമ്പോൾ അത് ഹിന്ദുമതത്തെ നിന്ദിക്കുകയല്ല, അത് ദൈവീകതയെ, ആത്മീയതയെ കംപ്ലീറ്റ് അപമാനിക്കുക. ഗീത ഒരു മതഗ്രന്ഥമല്ല, മനസ്സിൻ്റെ ശാസ്ത്രമാണ്, ആത്മാവിനെക്കുറിച്ചുള്ള അതിപഠനമാണ്. അതിനപ്പുറം ഒരു പഠനമില്ല. ഞാൻ 3 വേദങ്ങൾ ഏകദേശം സ്കെച്ച് ചെയ്ത ഒരു മനസ്സാണ്. ഞാൻ ആണയിട്ട് പറയുന്നു, എൻ്റെ ജന്മം സത്യം പറയുന്നു, ഗീത പോലൊരു പുസ്തകം സ്വയം അറിയാൻ വേറെ ഇല്ല. അതിനെയാണ് പച്ചത്തെറിയാണ് പ്രിയപ്പെട്ട അർജുനനളിയനെ ഭഗവാൻ വിളിക്കുന്ന പച്ചത്തെറിയാണ്. കൊടുങ്ങല്ലൂരമ്മയുടെ പാട്ടാ പോലും ഭഗവത്ഗീത. ആ 700 ശ്ലോകങ്ങളിൽ ഒരെണ്ണം അവൻ എന്തെങ്കിലും കേട്ടായിരുന്നെങ്കിൽ ഈ നീചൻ നികൃഷ്ടജീവി ഇങ്ങനെ പറയുമായിരുന്നില്ല. അവിടെ നേരം ഓഡിയൻസിൻ്റെ ചിരി വരുന്നുണ്ട്. ആ പെണ്ണുങ്ങൾ, അവളുമാരെ ആരെങ്കിലും ഈ 700 ശ്ലോകങ്ങളിൽ ഒരെണ്ണം എന്തെങ്കിലും കേട്ടിരുന്നെങ്കിൽ ചിരിക്കത്തുമില്ലായിരുന്നു. ഇതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇവന്മാർ പള്ളികളിലും അവരുടെ പ്രസ്ഥാനങ്ങളിലും ചെയ്യുന്ന പ്രസംഗങ്ങൾ റെക്കോർഡ് ചെയ്യാൻ CCTV ക്യാമറ അതാത് പോലീസ് സ്റ്റേഷൻ്റെ കൺട്രോളിൽ സ്ഥാപിക്കണം എന്ന്. കൂടുതൽ ഒരുപാട് പള്ളികളുണ്ട്, 28 പള്ളിയുണ്ട്, 28 CCTV വെച്ചാൽ മതി. കൂടുതൽ പോലീസ് സ്റ്റേഷനിൽ അതിൻ്റെ കൺട്രോൾ വെക്കാം, അവർക്ക് പോയി നോക്കാം. CCTV ക്യാമറ വെക്കണം. ഇവൻ എന്തൊക്കെയാണ് പഠിപ്പിക്കുന്നത്? ഇവൻ സ്ഥലം അവിടുന്ന് മാറിയിട്ട്, ക്യാമറയുടെ ആംഗിളിൽ നിന്ന് മാറിയിട്ട് ഇവൻ പ്രസംഗം നടത്താതെ ഇവനെ അറസ്റ്റും ചെയ്യണം. വകുപ്പല്ലാതെ വേറെ യാതൊന്നുമില്ല. ഇവൻ എന്താ കുഞ്ഞുങ്ങളെ തലമുറയെ പഠിപ്പിക്കുന്നതെന്ന് അറിയാൻ ഇവിടുത്തെ സർക്കാരിന് ശ്രദ്ധ വേണം. ഇനിയെങ്കിലും വേണം മോദിജി, ഇനിയെങ്കിലും വേണം. ഗീത പഠിപ്പിക്കരുത്, സനാതന ധർമ്മബോധം ജനത്തെ പഠിപ്പിക്കരുത്, പള്ളികളിലും പള്ളിക്കൂടങ്ങളിലും അമ്പലങ്ങളിലും ആകരുത് എന്ന് പഠിപ്പിച്ച നെഹ്റുവിനെ, ആ കുടുംബത്തെ തകർത്ത് തരിപ്പണമാക്കിയ മോദിജി അങ്ങ് ഭഗവാന്റെ ദിവ്യ അവതാരമായതുകൊണ്ട് പറയുക, അങ്ങനെ ഇതിന് പരിഹാരം കണ്ടെത്തണം. CCTV ക്യാമറകൾ ഇവിടെ എല്ലാം വെക്കണം. ഇവന്മാരെന്താ പഠിപ്പിക്കുന്നതെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. തക്കതായ ശിക്ഷ കൊടുക്കണം. നാക്കാരുടെയും കണ്ടിച്ചെടുക്കണമെന്നില്ല, ഇവനെല്ലാം പഠിപ്പിച്ചാൽ മതി. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, റേഷൻ വിതരണം ചെയ്യുന്നത് പോലെ ഇത്രയും അരി കൊടുക്കുന്നുണ്ടല്ലോ ഫ്രീ ആയിട്ട്, ഒരു ഭഗവത്ഗീത കൊടുത്താട്ടെ. ഞാൻ എല്ലാ മാസവും കുറേ ഗീത വാങ്ങിച്ച ആളുകൾക്ക് ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട് ഇവിടെ എൻ്റെ വീട്ടിൽ. എൻ്റെ ഒരു ധർമ്മബോധമാണ്, ഒരു കർമ്മനിഷ്ഠയാണ്. ഗീത പഠിച്ചാൽ മതി. നീ എന്തിനാ ഒരുപാട് പഠിക്കുന്നേ? ആകെ 700 ശ്ലോകം മതി നിൻ്റെ അണ്ണാക്കിൽ കയറിയാൽ നീ ഡീസൻ്റായി. നിന്നെ മനസ്സിലാക്കിയാൽ നീ സർവ്വതും മനസ്സിലായി. പിന്നെ നിനക്ക് ആക്രാന്തിയില്ല. നീ കരുണാകരനും ആവത്തില്ല, KM മാണിയും ആവത്തില്ല, R ബാലകൃഷ്ണപിള്ളയും ആവത്തില്ല, പിണറായിയും ആവത്തില്ല, നെഹ്റു ഒരിക്കലും ആവത്തില്ല. മതനേതാക്കളുടെ അനീതി അതോടെ തീരും. അവരുടെ ഈ കോലാഹല പരിപാടിയെല്ലാം നിൽക്കും ഗീത പഠിച്ചു കഴിഞ്ഞാൽ. അവരെല്ലാം പഠിപ്പിക്കണം. റേഷൻ്റെ കൂടെ ഗീതയൂടെ കൊടുത്ത് SSLC പാസ്സാവുന്ന ഏതൊരു ജീവിക്കും ഗീത അറിഞ്ഞില്ലെങ്കിൽ, അതിൻ്റെ പരീക്ഷയ്ക്ക് പാസ്സായില്ലെങ്കിൽ SSLC ബുക്ക് സാമാന്യ വിദ്യാഭ്യാസം കൊടുക്കരുത്. അവനൊരു സർക്കാർ ജോലിയും കൊടുക്കരുത്. അവൻ കിളച്ച് ജീവിച്ചോട്ടെ, പക്ഷേ അവന് വോട്ടവകാശം കൊടുക്കരുത്. വോട്ടവകാശം ഇവന് കൊടുക്കരുത്. ഈ ജന്തുവിന് ഭഗവത്ഗീത പഠിച്ച് പാസ്സായില്ലെങ്കിൽ നിനക്ക് വോട്ടില്ല ഇന്ത്യയിൽ. അത് വേണം. നീ ആദ്യം ഒന്ന് മനുഷ്യനാവ്, എന്നിട്ടാട്ട് നിനക്ക് വോട്ട്. ഗീത പോലും പഠിക്കാത്ത നിനക്കെന്തിനാണ് ഭാരതത്തിൽ വോട്ട്? നീ ഇവിടുത്തെ പശുക്കൾക്ക് വോട്ടുണ്ടോ? ഇവിടുത്തെ കാളകൾക്ക് വോട്ടുണ്ടോ? ഇവിടുത്തെ എരുമയ്ക്ക് വോട്ടുണ്ടോ? നിനക്ക് വോട്ട് വേണ്ട. വാലും കൊമ്പുമിഴാതുള്ള മഹിഷം തന്നെ അപ്പുമാൻ. ഇവന് വാലും കൊമ്പുമില്ലെന്നേ ഉള്ളൂ, ഇവൻ പോത്ത് തന്നെ. ആ പോത്തിനോട് കണ്ടെത്താൻ വേണ്ടി എന്നെ കേൾക്കുന്ന സർവ്വ മലയാളം അറിയാവുന്നവരും ഇതൊന്ന് ഷെയർ ചെയ്യണേ. എനിക്കതുകൊണ്ട് 10 പൈസ യൂട്യൂബിൻ്റെ കിട്ടാനല്ലേ. എനിക്ക് കാരണം വരുമാനമില്ല. എൻ്റെ യൂട്യൂബ് 1370 എപ്പിസോഡുകൾ ഞാൻ ഇത്രയും നാൾ ചെയ്തത് എല്ലാം കൂടെ യൂട്യൂബ് ഒന്നിച്ച് ടെർമിനേറ്റ് ചെയ്തു. കാരണം ഞാൻ കാര്യങ്ങൾ സത്യമായിട്ട് പറഞ്ഞു. അത് പിന്നെ ഞാനൊന്നും ചെയ്യുന്നില്ല. ഇത് അത്യാവശ്യം കൊണ്ട് ഗീതയെ തൊട്ട് കളിച്ച്
ചങ്ക് തകർക്കുന്നത് പോലെ അപവാദം പറഞ്ഞപ്പം ഇവിടെ ഞാൻ മൗനമായിട്ടിരുന്നാൽ എനിക്ക് മരണമാ മൗനം, ആ മൗനമാ നല്ലത്. മരണത്തോളം ഞാനതിനെ ഈ മൗനത്തെ ഭയപ്പെടുന്നു. അതുകൊണ്ടാണ് ഞാൻ ഈ എപ്പിസോഡ് ചെയ്യുന്നത്. എൻ്റെ ഹൃദയ നൊമ്പരത്തിൻ്റെ 1000-1 ആർക്കെങ്കിലും നൊമ്പരപ്പെട്ട ഹിന്ദുക്കൾ ഇന്ത്യയിലുണ്ടെങ്കിൽ മലയാളത്തിലായാലും തർജ്ജമ ചെയ്തായാലും അവരെ അറിയിക്കണം. നിങ്ങളിത് ഷെയർ ചെയ്യാൻ ബാധ്യസ്ഥരാ. ഇത് മോദിജിയുടെ കണ്ണിൽ എത്തുന്നത് വരെ ഷെയർ ചെയ്യണം. മോദിജി അവന് ഭാരതരത്ന അവാർഡ് കൊടുക്ക. എനിക്ക് വെറുപ്പില്ല, അവൻ്റെ പേര് ഒരു കേസും എടുക്കണ്ട. പക്ഷേ അവൻ ഭാരതരക്തമാണെന്ന് മോദിജി പറയണം. അതുവരെ ഇത് ഷെയർ ചെയ്യണം. കേട്ട എല്ലാവർക്കും നന്ദി. താങ്ക് യു.